ആ കാട്ടുപോത്തുണ്ടല്ലോ, അവരെ പെട്ടെന്നൊന്നും പിടിക്കാൻ പറ്റില്ല. കറക്റ്റ് ടാർഗറ്റ് ആയിരിക്കണം. കറക്റ്റ് ടാർഗറ്റിലെ കറക്റ്റ് ഒരു കടുവ പിടിച്ചാൽ ജസ്റ്റ് ഒരു 3.5 മിനിറ്റിൽ ആ കാട്ടുപോത്തിന് കൊള്ളും. അത്രയും പവർ ആർക്കുണ്ട്? കടുവയ്ക്കുണ്ട്. ടാർഗറ്റായി ഇരിക്കണം. ടാർഗറ്റ് മാറിയാലോ കടുവ ചാവും. കാരണം അതിനെക്കാട്ടിലും ബലം ആർക്കുണ്ട്? കാട്ടുപോത്തുകൾക്ക് ഉണ്ട്. കാരണം നിങ്ങൾ പോയ കരിയൻഷോളയിലെ ഒരു 8-10 കൊല്ലം മുമ്പ് എന്തോണ്ട്, 10-15 കൊല്ലായി, ജിമിയേട്ടനൊക്കെ അറിയാം. അവിടെ ഒരു കടുവ ചത്തിരുന്നു. ഒരു ജടങ്ക് കിട്ടി. പകുതി കടുവ ഇല്ല. വീണ്ടും കന്നുകാലികളുടെ വയനാട്ടിൽ ഒരു കടുവ ആക്രമിച്ചു. വയനാട്ടിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാല്, നമ്മുടെ ഇന്ത്യയിലെ ടൈഗർ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ള സ്ഥലം എവിടെയെന്ന് വെച്ചാൽ നീൽഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. നമുക്ക് എങ്ങനെ കടുവനെ കണ്ട പേടിയുണ്ടോ അതുപോലെ ഒരു കടുവയ്ക്ക് മനുഷ്യനെ കണ്ടാൽ 10 ഇരട്ടി പേടി കൂടുതലാണ്. നിങ്ങൾ നടക്കും മുമ്പേ കടുവ ചിലപ്പോൾ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കടുവ എങ്ങനെയാണ് മനുഷ്യനെ ആക്രമിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ കടുവകളൊക്കെ ആനകളൊക്കെ എന്തിനു വേണ്ടിയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്? അവരുടെ മുകളിലുള്ള സ്നേഹം കൊണ്ടോ? നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ 3ാം തലമുറയ്ക്ക് വേണ്ടിയാണ്. മുരുകൻ ചേട്ടന്റെ ക്ലാസ്സും അതുപോലെ ഇവിടുത്തെ ഉള്ള ഈ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ടാണ് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ നമ്മൾ കേൾക്കുന്ന ന്യൂസ് കടുവ മനുഷ്യനെ ആക്രമിച്ചു, കന്നുകാലികളെ ആക്രമിച്ചു. ഇന്നലെ ന്യൂസ് ഉണ്ടായിരുന്നു, ഏഷ്യാനെറ്റ് ന്യൂസിലുണ്ടായിരുന്നു, വീണ്ടും കന്നുകാലികളുടെ വയനാട്ടിൽ ഒരു കടുവ ആക്രമിച്ചു എന്ന്. നമ്മൾ വയനാട് പോയിട്ടുണ്ടാവും എന്തുകൊണ്ട് അല്ലെ? വയനാട്ടിലുള്ളവരുണ്ടോ? ചിലവരെങ്കിലും. ഓക്കെ. ഇപ്പോൾ വയനാടിനെ പുറത്തവരെ നമ്മൾ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി 350 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഓക്കെ. ബട്ട് വയനാട്ടിലെ ചുറ്റിലും 70% സ്ഥിതി ചെയ്യുന്നത് തേയിലത്തോട്ടങ്ങളാണ്, പ്രൈവറ്റ് ആണ്. ഇപ്പൊ ഇവിടെ പറമ്പിക്കുളത്ത്, ഇപ്പൊ വയനാട്ടിൽ തന്നെ ഇത്രയും വലിയ ഇഷ്യൂസ്, വയനാട് പിന്നെ അതുപോലെ അതിർത്തികൾ എവിടെയുണ്ടോ, അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി എവിടെയുണ്ടോ അവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പൊ പറമ്പിക്കുളം എന്ന് പറയുമ്പോൾ ഇതുവരെ മനുഷ്യനെ ആക്രമിച്ച് അങ്ങനെ ഒരു ഇതും, കാരണം ഞങ്ങൾ ജനിച്ചു വളർന്നത് ഇവിടെയാണ്. എനിക്കിനി 1 കൊല്ലായി 50 കൊല്ലായി, ഇപ്പൊ ഇതുവരെ അങ്ങനെ ഒരു റെക്കോർഡ് പോലും ഞങ്ങൾ കേട്ടിട്ട് പോലില്ല. കാരണം വയനാട്ടിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാല്, ഈ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അതിനായിട്ടുള്ള ആവാസ വ്യവസ്ഥയുണ്ട്. കാരണം ഈ പ്രകൃതി അങ്ങനെ ഓരോ ജീവികൾക്കും ആവാസ വ്യവസ്ഥ കൊടുക്കാനുള്ള കാരണം, ആ ജീവി അതിന്റെ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ ജീവിച്ച് അത് പ്രകൃതിക്ക് ചെയ്യുന്ന കടമകളുണ്ട്, ഇക്കോളജിക്കൽ റോൾ. വയനാടിനെ പുറത്തുവരെ എന്താന്ന് വെച്ചാല്, നമ്മുടെ ഇന്ത്യയിലെ ടൈഗർ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ള സ്ഥലം എവിടെയെന്ന് വെച്ചാൽ നീൽഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. ആ നീൽഗിരി ബയോസ്ഫിയർ റിസർവിലാണ് മുതുമല, മുക്കുർത്തി വൈൽഡ് ലൈഫ് സാങ്ച്വറി, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, അങ്ങനെ ഒരുപാട് സംരക്ഷിത മേഖലയുള്ളത്. കാരണം ഭൂപ്രകൃതി അങ്ങനെ തന്നെ. കടുവയിൽ ഏറ്റവും കൂടുതലുള്ള സ്ഥലം അവിടെയാണ്. പറമ്പിക്കുളത്ത് എന്ന് പറയുമ്പോൾ പൊതുവെ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ ടൈഗർ റിസർവ് സെൻസസ് ചെയ്യുമ്പോൾ പെർ 100 സ്ക്വയർ കിലോമീറ്ററിൽ എത്ര കടുവകൾ ഉണ്ട് എന്നാണ്. അപ്പൊ പറമ്പിക്കുളം നോക്കുമ്പോൾ 6 to 8 കടുവകളാണ് പെർ 100 സ്ക്വയർ കിലോമീറ്ററിൽ ജീവിക്കേണ്ടത്. എന്നാൽ വയനാട്ടിലെ 16 to 18 കടുവകളാണ് ജീവിക്കുന്നത്. ഓക്കെ. അത്രയും ഇരകൾ അവിടെ ഉണ്ട്. അവിടെ സംഭവിക്കുന്ന പ്രശ്നം എന്താ വെച്ചാല്, സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. ഏജ് കൂടുമ്പോൾ, ഹാൻഡിക്യാപ്ഡ് ആവുമ്പോൾ ഇത് തമ്മിൽ വഴക്കുണ്ടാക്കി പുറത്തേക്ക് പോകുന്ന കടുവ അവിടെ എത്തിച്ചേരുന്നത് വേറെ കാടുകളില്ല, എസ്റ്റേറ്റ് ഇടയ്ക്ക് ബ്രേക്കാണ്. അപ്പൊ എന്താവും, അവിടെ തന്നെ ജീവിക്കാൻ തുടങ്ങും. കാരണം ഉൾക്കാട്ടിലേക്ക് പോയ വേറെ കടുവകൾ അവരെ കൊള്ളും. അപ്പൊ എന്ത് ചെയ്യും, അവർ അവിടെ ജീവിക്കാൻ തുടങ്ങും. ഇപ്പോ നമുക്ക് തന്നെ കേരളത്തിൽ തന്നെ ഇപ്പോൾ എന്താ ട്രെൻഡ് എന്ന് വെച്ചാൽ പട്ടികടിയായിരിക്കും. എവിടെ പോയാലും ന്യൂസ് നമുക്ക് പട്ടികടിക്കുന്നത്. കാരണം നമ്മളൊരു കോളേജോ സ്കൂളിലോ ജോലിക്കോ പോകുമ്പോൾ ആ വഴിക്കൂടി പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പട്ടി നിന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് വഴിമാറി പോകും, അല്ലെങ്കിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരു കല്ലെടുത്ത് കയ്യിൽ വെക്കും. ആ പട്ടിക്കും പേടിയുണ്ടാവും, ഇവൻ നമ്മളെ തല്ലുവോ എന്ന്. അതുകൊണ്ടാണ് നമ്മളെ കടിക്കാൻ പറഞ്ഞത്. എസ്റ്റേറ്റുകളിലുള്ള സ്ഥലത്ത് അങ്ങനെയാണ്. ആദ്യം ഇതുപോലെ പോകുന്ന കടുവകൾ അവിടെ എത്തിച്ചേരുന്നത് തേയില തോട്ടങ്ങളായിരിക്കും. അവിടെ പട്ടികളോ പൂച്ചകളോ കന്നുകാലികളോ അത് ആക്രമിക്കാൻ തുടങ്ങും. നമുക്ക് എങ്ങനെ കടുവനെ കണ്ട പേടിയുണ്ടോ അതുപോലെ ഒരു കടുവയ്ക്ക് മനുഷ്യനെ കണ്ടാൽ 10 ഇരട്ടി പേടി കൂടുതലാണ്. അതുകൊണ്ട് ഇത്രയും കിലോമീറ്റർ നിങ്ങൾ പോയി കടുവനെ കണ്ടോ? കാണാൻ ബുദ്ധിമുട്ടാണ്. കാട്ടിലെ ചെറിയ ഒരു മാറ്റങ്ങൾ മതി കടുവ പ്രദേശം വിട്ടു പോകും.
നിങ്ങൾ നടക്കും മുമ്പേ കടുവ ചിലപ്പോൾ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. കാരണം 98 ഞാൻ പറഞ്ഞല്ലോ, 98 നിങ്ങൾ ഈ ഡ്രൈ സീസണിലെ വേനൽക്കാലത്തെ കാൽപ്പാട് കാട്ടിന്റെ ഉള്ളിൽ എടുക്കാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോൾ കാട് ഉണങ്ങിയിട്ടുണ്ടാവും. അവിടെ കടുവ പോയാലും നമുക്കറിയത്തില്ല. അപ്പൊ പിക്കാസും മൺവെട്ടിയൊക്കെ എടുത്ത് എന്ത് ചെയ്യും, 3 മീറ്റർ അകലെ 8 മീറ്റർ നീളത്തില് ഈ പിക്കാസ് വെച്ച് മണ്ണിനെ മാന്തി പൊടിയാക്കി അവിടെ. കാരണം കടുവ നടന്ന കാൽപ്പാട്. ഈ നൈറ്റ് പോകുന്ന ഈ സഞ്ചരിക്കുന്ന കടുവ എന്ത് ചെയ്യും, ആ എഡ്ജ് വരെ പോയി നിന്നിട്ട് ഈ വഴിക്കൂടി മാറിപ്പോകും. കാരണം അവർക്ക് അറിയാം അവിടെയുള്ള മാറ്റങ്ങൾ. അതുകൊണ്ടാണ് കാട്ടുപോത്തോ അല്ലെങ്കിൽ മാനിനോ കടുവ പിടിച്ചിട്ടുണ്ടെന്ന് ആ വഴിക്കൂടി ആരും പോകണ്ടെന്ന് പറയാനല്ലോ. കാരണം നമ്മുടെ സ്മെല്ല് മതി അവിടുത്തെ മാറ്റം. അവർ അങ്ങോട്ട് പോവില്ല. അത്രയും അപ്പൊ അങ്ങനെയുള്ള കടുവ എങ്ങനെയാണ് മനുഷ്യനെ ആക്രമിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലെ കടുവയിൽ എസ്റ്റേറ്റിനുള്ളിൽ നല്ല ഉറക്കായിരിക്കും. എസ്റ്റേറ്റ് ആയതുകൊണ്ട് നമ്മുടെ ജീവിതവും അവിടെയുണ്ട്. എസ്റ്റേറ്റ് ജോലികളുണ്ട്, നമ്മുടെ ഫാമിലി അവിടെ ഉണ്ട്. അപ്പൊ ജോലിയിലൊക്കെ കഴിഞ്ഞ് നമ്മൾ നടന്നു പോകുമ്പോൾ നല്ല ഉറക്കമായിരിക്കും. നമ്മുടെ കുറച്ച് ആൾക്കാർ വീട്ടിലെങ്കിലും പട്ടികളുണ്ടാവും അല്ലെ, ആ പട്ടി നല്ല സ്നേഹമായിരിക്കും. നമ്മുടെ ചെപ്പലിന്റെ ശബ്ദം കേട്ടാൽ അവർക്കറിയാം, അപ്പൊ തന്നെ വന്ന് മാളാട്ടിയിട്ട് നമ്മൾ അത്രയും കളിയായിരിക്കും. പക്ഷെ ആ പട്ടി നല്ല ഉറക്കത്തിലുള്ളപ്പോ, നല്ല ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അടുത്ത് പോയി ഒന്ന് കൈ തട്ടി നോക്ക്, വളരെ നല്ല ഹൈ ഡെസിബിളില് എന്തെങ്കിലും ഒന്ന് ഒച്ച ഉണ്ടാക്കി നോക്ക്. കൈ തട്ടിയാൽ കൈ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാല് പെട്ടെന്ന് അത് എണിക്കുമ്പോ സെൽഫ് ഡിഫൻസ്, സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ്. പിന്നീടാണ് അയ്യോ ഇത് ഏമാണെന്ന് പിന്നീടാണ് അവർക്ക് മനസ്സിലാവുന്നത്. സോ അതുപോലെ തന്നെ കടുവ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് എണിച്ചു നോക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കടുവനെ കാണുമ്പോഴോ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്വയരക്ഷയ്ക്ക് വേണ്ടി അതെന്ത് ചെയ്യും, നമ്മളെ ആക്രമിക്കും. അത് 90% മരിച്ചു പോകും. അതിന്റെ കാരണം എന്താ വെച്ചാൽ അത് അടിക്കുന്ന സ്പീഡ്, ഫോഴ്സ്, കടിക്കുന്ന പവർ, അത്രയും പവർ ആയിരിക്കും. കാരണം ഈ ഇഷ്ടാഹാരം എന്ന് പറയാനുള്ള കാരണം, ഇത് വൈകുന്നേരം ഇര വന്നാലും മിനിമം 40 പ്രാവശ്യം എങ്കിലും ടാർഗറ്റ് ചെയ്താൽ മാത്രമേ ഒരു ഇര കിട്ടുള്ളൂ. പകൽ സമയത്ത് ഇവർക്ക് ഇര കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം ഇവിടെ മാനുണ്ട്, അവിടെ കടുവ വരുന്നുണ്ട്. എന്നാൽ കടുവയോ പുള്ളിപ്പുലിയോ വരുന്നുണ്ട് എന്ന് വെച്ചാല് മാന് കാണുന്നുണ്ടല്ലോ, മരത്തിന്റെ മുകളിലുള്ള കുരങ്ങ് കാണും. അവർ കണ്ടതും അപ്പൊ തന്നെ അലാം കാൾ കൊടുക്കും. അപ്പൊ ഇവിടെ ഓടി രക്ഷപ്പെടും. സോ പകൽ സമയത്ത്, കാരണം അത്രയും എനർജി ലാസ് ആണ്. ഒരു ഇര പിടിക്കുന്നത് പെട്ടെന്ന് നമുക്ക് വിശക്കുണ്ട് ഹോട്ടൽ പോയി പൊറോട്ട ബീഫ് കഴിക്കുന്നത് പോലല്ല. ഇവർക്ക് ഒരു കടുവ നൈറ്റ് ഇര പിടിക്കാൻ ഇറങ്ങുമ്പോൾ കടുവയുടെ കണ്ണിന്റെ കാഴ്ച നോർമൽ ഒരു മനുഷ്യന്റെ കാഴ്ച ശക്തിനെക്കാട്ടിലും 8 ഇരട്ടി കാഴ്ച ശക്തി കൂടുതലാണ്. ആ സമയത്ത് ഇറങ്ങിയാലും മിനിമം 40 പ്രാവശ്യം എങ്കിലും ടാർഗറ്റ് ചെയ്യണം ഒരു ഇരയിനെ പിടിക്കാൻ വേണ്ടി. സോ അങ്ങനെ 40 പ്രാവശ്യം ടാർഗറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും, അവരുടെ എനർജി മൊത്തം ലാസ് ആവും. ഒന്ന്. വേറെ ഒന്ന്, നമ്മളെപ്പോലെ ഷൂ ചെപ്പൽ ഇട്ടിട്ടല്ല അത് കാട്ടിൽ ഇര പിടിക്കാൻ പോകുന്നത്. ഇവിടെ മുള്ളുകളുണ്ട്, കട്ടകളുണ്ട്, വള്ളികളുണ്ട്, അരുവികളുണ്ട്, പാറകളുണ്ട്, ഇതൊക്കെ ജമ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഇതൊക്കെ മുറിവുകളാവും. അപ്പോ ഒരു ഇര കിട്ടണമെന്ന് വെച്ചാൽ ആവറേജ് ഒരു കടുവ ഒരു നേരം എബോ 25 കിലോ മാംസമെങ്കിലും കഴിക്കണം. അപ്പോഴേ അതിന്റെ എനർജി വീണ്ടും കിട്ടുള്ളൂ. ആ സമയത്ത് ഇവർ കിട്ടുന്നത് പുള്ളിമാൻ എന്ന് വെച്ചോളെ, ഇത്രയും പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് കിട്ടുന്നത് പുള്ളിമാൻ എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, പുള്ളിമാൻ 40 കിലോ എന്ന് വെച്ചാൽ അതിലെ പകുതി എള്ളുകളാണ്. പ്രകൃതിയുടെ നിയമം എന്താണ്, ഒരു കടുവ തന്നെ ഇരനെ പിടിച്ചാലും എല്ലും കൊമ്പും അവരുടെ ആഹാരമല്ല, മാംസം മാത്രമാണ് അവരുടെ. അപ്പൊ എല്ലും കൊമ്പും എലിവർഗത്തിൽപ്പെട്ടവരുടെയാണ്, പ്രത്യേകിച്ച് മുള്ളംപന്നി. മലപ്പുറം കത്തിയുടെ പ്രത്യേകത എന്താണ്? മലപ്പുറം കത്തി, മാൻപുടി. ഇപ്പൊ അങ്ങനെ ഒരു കത്തി കണ്ട 7 കൊല്ലം നമുക്ക് അകത്താക്കാൻ പറ്റും. കാരണം അത് ഈ മുള്ളംപന്നി പോലെ ഈ ജീവജാലങ്ങൾക്ക് തന്റെ ബോഡിയിലെ കാൽസ്യം കുറവുണ്ട് എന്നാൽ അവർ നേരെ തെരഞ്ഞു പോകുന്നത് ഈ കൊമ്പുകളിനെയാണ്. അത് നമ്മൾ കത്തി പിടിക്ക് വേണ്ടി എടുത്തിട്ട് പോയി അവർക്ക് ഭക്ഷണമില്ല. ഇതൊക്കെ ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ടിലുണ്ട്. ഓക്കെ. അപ്പോ നമുക്ക് എല്ലും കൊമ്പുകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആ കൂടി മാനിലുള്ള ഒരു 18 കിലോ മാംസം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇവരുടെ പല്ലിന്റെ സിസ്റ്റമാണ്. നമ്മുടെ പല്ല് എങ്ങനെ, നമ്മൾ ചമച്ചിട്ടാണ് കഴിക്കുന്നത്, ഗ്രൈൻഡിങ് ടീത്താണ്. അവർക്ക് സിസർ ടീത്താണ്, കട്ട് ചെയ്യുക വിഴുങ്ങുക, അത് മാത്രമേ ചെയ്യുള്ളൂ. എല്ലിനെ കട്ട് ചെയ്യാൻ പറ്റില്ല, കട്ട് ചെയ്താലും വിഴുങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യും. അപ്പോൾ ഒരു 18 കിലോ ഒരു കടുവയ്ക്ക് കെട്ടിയിട്ട് ഒരു കാര്യമില്ല. അത് കെട്ടി ഇന്ന് തീർത്താലും നാളെ വീണ്ടും ഇര പിടിക്കാൻ പോകണം. അപ്പൊ ഇര പിടിക്കാൻ പോയാൽ എന്ത് സംഭവിക്കും,
അവർക്ക് ആൾറെഡി നല്ല ആരോഗ്യത്തിൽ ഉള്ളപ്പോൾ തന്നെ 40 പ്രാവശ്യം ടാർഗറ്റ് ചെയ്യണം. ഇത് ആൾറെഡി ടയേർഡാണ്. ചിലപ്പോൾ ഇര കിട്ടണമെന്നില്ല അല്ലേ? ഇര കിട്ടാണ്ട് ടയേർഡായി പോയാൽ അവിടെ സർവൈവ് ചെയ്യാൻ വേറെ കടുവ ഇവനെ കാണും, ഇവനെ ആട്ടി പുറത്താക്കും. സോ ആരോഗ്യം മാത്രമേ അതിട്ട് വരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് കടുവ പൊതുവെ കാട്ടിൽ ചെയ്യുന്ന കാര്യം. വയനാട്ടിൽ സംഭവിക്കുന്നത് അടുത്ത് ഇത് ചെയ്യുമ്പോൾ കറക്റ്റ് ഇത് ടാർഗറ്റ്. ഒരു കാട്ടുപോത്തിനെ പിടിച്ചു എന്ന് വെച്ചോ, ഞാൻ പറഞ്ഞില്ലേ നോർമലി ഒരു 1 ടൺ ബോഡി വെയിറ്റ് ഉണ്ട്, എന്നാൽ ഒരു 5 ദിവസം വെച്ച് കഴിക്കാനുള്ള ഭക്ഷണം അതിലല്ലേ ഉണ്ടോ ഇല്ലയോ? പകുതി ഇല്ലെന്ന് വെച്ചോ, പകുതി ഉണ്ട് അല്ലേ? സോ 10-500. അപ്പൊ 5 ദിവസം വെച്ച് അതൊക്കെ കഴിക്കാൻ പറ്റില്ലേ? ചീഞ്ഞു പോവും അല്ലേ? അപ്പൊ ചീഞ്ഞു പോയാൽ എന്ത് ചെയ്യും? ചീഞ്ഞു പോണം. ചീഞ്ഞു പോകുമ്പോൾ അവർക്ക് ബെനിഫിറ്റ് കൂടുതലാണ്. ഒന്ന്, എള്ളു തന്നെയോ മാംസം തന്നെയോ അവർക്ക് കിട്ടും. വേറൊന്ന്, ഇവർക്ക് ലാസ് ആവുന്നത് എനർജിയാണ്. എനർജിക്ക് ആവശ്യം പ്രോട്ടീനാണ്. പ്രോട്ടീൻ മാംസത്തിനെക്കാട്ടിലും പുഴുക്കലിലുണ്ട്, ഈസി ആയിട്ട് അവർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ 5 ദിവസം ആവുമ്പോൾ എനർജി വീണ്ടെടുക്കും. സോ മുറിവുകളൊക്കെ ഉണങ്ങും, വീണ്ടും അതിർത്തി ഭരിക്കാൻ പറ്റും. ഇത് ലാസ് ആവുമ്പോഴാണ് അതിർത്തി വിട്ട് പോകുന്നത്. അങ്ങനെ എത്തിച്ചേരുന്നത് ജസ്റ്റ് ഒരു വയനാട് എന്ന് വെച്ചാൽ ആ കാട്ടുപോത്തുണ്ടല്ലോ, അവരെ പെട്ടെന്നൊന്നും പിടിക്കാൻ പറ്റില്ല. കറക്റ്റ് ടാർഗറ്റ് ആയിരിക്കണം. കറക്റ്റ് ടാർഗറ്റിലെ കറക്റ്റ് ഒരു കടുവ പിടിച്ചാൽ ജസ്റ്റ് ഒരു 3.5 മിനിറ്റിൽ ആ കാട്ടുപോത്തിനെ കൊല്ലും. അത്രയും പവർ ആർക്കുണ്ട്? കടുവയ്ക്കുണ്ട്. ടാർഗറ്റായി ഇരിക്കണം. ടാർഗറ്റ് മാറിയാലോ കടുവ ചാവും. കാരണം അതിനെക്കാട്ടിലും ബലം ആർക്കുണ്ട്? കാട്ടുപോത്തുകളൊക്കെ ഉണ്ട്. കാരണം നിങ്ങൾ പോയ കരിയൻഷോളയിലെ ഒരു 8-10 കൊല്ലം മുമ്പ് എന്തോണ്ട്, 10-15 കൊല്ലമായി, ജിമിയേട്ടനൊക്കെ അറിയാം. അവിടെ ഒരു കടുവ ചത്തിരുന്നു, ഒരു ജടങ്ക് കിട്ടി. പകുതി കടുവ ഇല്ല. കാരണം ഏത് ഒരു പ്രെഡേറ്റർ ആയിരുന്നാലും നേരിട്ടല്ല ഇര പിടിക്കാൻ വരുന്നത്, ബാക്ക് കൂടിയ സൈഡ് കൂടിയാണ്. അങ്ങനെ അവിടെ ഒരു കടുവ ജമ്പ് ചെയ്ത് നേരെ കാട്ടുപോത്തിന് മുമ്പ് ആ തോണ്ട് കുത്തി മണ്ണിൽ അങ്ങനെ ചതച്ചെടുത്തിട്ട് പോയി. ഒരു പകുതി കടുവ തേഞ്ഞു പോയി. അപ്പോ ഒരു ഇര കിട്ടുന്നത് ജീവമരണ പോരാട്ടമാണ്. നമ്മൾ ഒരുപാട് ആൾക്കാർ നൈറ്റ് റൈഡൊക്കെ കാട്ടിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഒന്ന് ഓർക്കുക, അത് അവരുടെ സമയമാണ്. ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ഒരു ഇര കിട്ടുന്നത്. ആ സമയത്തായിരിക്കും നമ്മൾ ടാർച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ. അതുകൊണ്ടാണ് ഇതുപോലെ ടൈഗർ റിസർവിലൊക്കെ നിങ്ങൾ ഒരു വൈകുന്നേരം പോലെ ഇങ്ങോട്ട് വരും. കാരണം അതിനുശേഷം അവരുടെ സമയം അത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ ഈ കാടിനെ തന്നെ അത് എഫക്റ്റ് ആവും. അപ്പോൾ വയനാട്ടിൽ പെട്ടെന്ന് നമ്മൾ അത് കാണുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? പെട്ടെന്ന് ഒന്ന് നമ്മൾ ആക്രമിക്കാൻ വരുമ്പോൾ അത് കാണുമ്പോൾ തന്നെ പകുതി ജീവൻ നമുക്ക് പോകും അല്ലേ? ആ ഒച്ച മതി. പിന്നെ ഒരടിയും ഒരു കടിയും നമ്മൾ തീർന്നു. അവിടെ തീർന്നിട്ട് അത് അപ്പം നമ്മളെ കഴിക്കില്ല. അത് അങ്ങോട്ട് ഓടി രക്ഷപ്പെടാനാണ് അത് ശ്രമിക്കുന്നത്. അത് എവിടെ ഓടാൻ? അത് തൊട്ടടുത്ത് എവിടെയെങ്കിലും എസ്റ്റേറ്റ്, കാരണം എസ്റ്റേറ്റ് ഉള്ളത് കൊണ്ട് അവിടെ തന്നെ ജീവിക്കാൻ തുടങ്ങും. പക്ഷെ ഒന്ന് ഓർക്കുക, മറ്റേ ജീവികൾക്ക് മനുഷ്യനൊക്കെയുള്ള ഒരു വ്യത്യാസമുണ്ട്. മനുഷ്യന്റെ വിയർപ്പ് ഉപ്പാണ്. അതുവരെ കഴിക്കാത്ത, അതുവരെ ടേസ്റ്റ് ചെയ്യാത്ത ഒരു മാംസമാണ് മനുഷ്യന്റെ. സോ ആൾറെഡി ടേസ്റ്റ് ചെയ്തു. നമ്മൾ അവിടെ, എൻ്റെ ഫ്രണ്ടുകളുണ്ട് വയനാട്ടിലൊക്കെ, ഈ രക്ഷപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. ബട്ട് വൺസ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുകളിലുള്ള പേടി മാറിപ്പോകും. ഇന്ന് ഡെഡ് ബോഡി ആയാൽ 18 മണിക്കൂർ അറിയാലോ മനുഷ്യന്റെ ശരീരം ഡിക്കമ്പോസ് ആവാൻ തുടങ്ങിയ മണം, സ്മെല്ല് മാറും. അവർക്കറിയാം ഡെഡ് ബോഡിയുടെ സ്മെല്ല് മാറുമ്പോൾ ആൾറെഡി ടേസ്റ്റ് ചെയ്തതാണ്, കഴിക്കാൻ തുടങ്ങും. പിന്നെ മനസ്സിലാവും അവർക്ക് ഇനി ഇതുപോലെ ഇരകളെ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഒന്ന് കിട്ടിയാൽ വയനാട്ടിൽ തന്നെ ഒരു 5 കടുവ അവിടെ കൂണ്ടിൽ വെച്ചിട്ടുണ്ട്. മാം കണ്ടിട്ടുണ്ടോ? സുൽത്താൻ ബത്തേരി ഭാഗം അവിടെ പോയാൽ ഇതുപോലെ ആക്രമിച്ച കടുവകളാണ്. പിന്നീട് ആ കടുവല് നമുക്ക് കിട്ടിയാൽ, കൂടുണ്ടാക്കും, കിട്ടിയാൽ പിന്നെ അത് കാട്ടിലേക്ക് നമ്മൾ ഒരു കാരണവശാലും വിടില്ല. അത് ആർഡർ തന്നെ ഉണ്ട്. കാരണം ഈ കടുവകൾ, ആനകളൊക്കെ എന്തിനു വേണ്ടിയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്? അവരുടെ മുകളിലുള്ള സ്നേഹം കൊണ്ടോ? നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ 3ാം തലമുറയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ ഒരു മനുഷ്യന് അപകടം പറ്റുമ്പോൾ പിന്നെ അവരുടെ ഒരു കന്നുകാലികളെ പിടിച്ച് ഉൾക്കാട്ടിലേക്ക് പോയി വിടും. പക്ഷെ മനുഷ്യനെ ആക്രമിച്ച കടുവകള് പിന്നീട് അത് കൂണ്ടിലോ അല്ലെങ്കിൽ സൂ അങ്ങനെ മാറ്റും. കാരണം അത് വിട്ടാൽ വീണ്ടും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്ന ന്യൂസ്. അങ്ങനെ പിടിക്കപ്പെടുന്ന കടുവ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒന്ന് ഹാൻഡിക്യാപ്ഡ് ആയിരിക്കും,
അല്ലെങ്കിലും പ്രായം മുതിർന്നതായിരിക്കും, നഖം പോയതായിരിക്കും, പല്ലു പോയതായിരിക്കും. ഇതുപോലെ കടുവകളാണ് അവിടെ എത്തിച്ചേരുന്നത്. എന്തെങ്കിലും അസുഖം ഉണ്ടാവും, ഈ കടുവകളാണ് അവിടെ എത്തിച്ചേരുന്നത്. കാരണം നല്ല കടുവ അവിടെ എത്തിച്ചേർന്നിട്ട് ഒരു കാര്യമില്ല. കാരണം നല്ല ഭക്ഷണം കാട്ടിലാണ് കിട്ടുന്നത്. ഇത് കടുവ എപ്പോഴും അതിന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കടുവയുടെ എക്കോസിസ്റ്റം? മനുഷ്യൻ മറന്നുപോയ കടമകളും ഇതാണ്. പ്രകൃതി സംരക്ഷണം. എന്താണ് കടുവ പ്രകൃതിക്ക് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഒരു കടുവയില്ലെങ്കിൽ എഫക്റ്റഡ് ഗ്ലോബൽ വാർമിംഗ് സത്യമാണ്. കാരണം നമ്മുടെ ക്ലാസ് റൂം നാം ഓർമ്മപ്പെടുത്തി, ടീച്ചർ ഉള്ളപ്പോൾ ഇല്ലാത്തപ്പോൾ. കാരണം ഓരോ ജീവികൾക്ക് മറ്റൊരു ജീവി കൺട്രോളർ ആയിരിക്കും. ഇവിടെ കടുവകള് വേറെ ഒരു ജീവിയുടെ കൺട്രോളറാണ്. പ്രത്യേകിച്ച് പറയുന്ന വെച്ചാൽ കാട്ടുപോത്തുകളുടെ ഓൺലി കൺട്രോളർ കടുവകളാണ്. പക്ഷെ ഈ കടുവ ഇല്ലാണ്ട് പോയാൽ എന്ത് സംഭവിക്കും? ഈ മണ്ണിൽ നിന്ന് കടുവ ഇല്ലാതെ പോയാൽ എന്താവും? കാട്ടുപോത്തുകളുടെ പോപ്പുലേഷൻ അത് ഇൻക്രീസ് ആയ എന്ത് സംഭവിക്കും? അതിന്റെ ഇഷ്ടാഹാരം പുല്ലാണ്. പുല്ലുകൾ ഇല്ലാതാവും. ഈ പുല്ലുകൾ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ വിഷയം ഒന്നുമില്ല. നമ്മളെല്ലാവരും പുല്ല് എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ആ പുല്ലിനെ പിടുങ്ങിയിട്ടുണ്ടാവും. ആ വേര് മാത്രമല്ല വരുന്നത്, ഇത്തരം മണ്ണ് പിടിച്ചെടുത്തിട്ട് വരും. കാരണം ഫോറസ്റ്റിലെ മണ്ണരിമാണം തടയുന്ന ഒരു ബെസ്റ്റ് ഓഫീസർ, ഒരു സെക്യൂരിറ്റി ഓഫീസർ പുല്ലുകളാണ്. അതുകൊണ്ടാണ് പ്രകൃതി സീ ലെവൽ നോക്കുമ്പോൾ ഇതിനെ ബാക്കിലേക്കാണ് നിത്യഹരിത വനങ്ങൾക്കോ. കാരണം അവിടെ പുല്ലുകളില്ല. ഇവർ അതിനെ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ഇവിടെ പുല്ലുകൾ ഇല്ലാതാവുമ്പോൾ എന്ത് സംഭവിക്കും? മണ്ണരിമാണം കൂടും. മണ്ണരിമാണം കൂടിയാൽ പിന്നെ ഇവിടെ സസ്യങ്ങൾ ഉണ്ടാവും. സസ്യങ്ങൾ കുറയുമ്പോൾ എഫക്റ്റഡ് ഓക്സിജന്റെ ലെവൽ കുറയും. ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ പ്രകൃതി ഒന്ന് കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വേറൊരു വായുവിനെ കയറ്റും, കാർബൺ ഡൈ ഓക്സൈഡിനെ കയറ്റും, അല്ലെ? സോ അന്തരീക്ഷത്തിൽ 21% ഓക്സിജൻ അതിൽ നിന്ന് കുറഞ്ഞു വരുമ്പോൾ ആദ്യം ഇല്ലാതാവുന്നത് മനുഷ്യനായിരിക്കും. കാരണം നമ്മൾ ജീവിക്കണമെന്നാൽ മിനിമം 15% ഓക്സിജൻ വേണം, അല്ലെങ്കിൽ ആദ്യം ഇല്ലാതാവുന്നത് മനുഷ്യരായിരിക്കും. ഓക്കെ, സോ ഇത് ഒരു സൈഡ് കുറയുകയാണ്. ഇത് കുറയുമ്പോൾ നമ്മുടെ മനുഷ്യന്റെ ആയുഷ്കാലം കുറഞ്ഞു പോകും. ഓക്സിജൻ പൊല്യൂട്ടഡ് എന്ന് വെച്ചാൽ അറിയാലോ, കുറഞ്ഞു പോകും. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ എന്താവും? തീർച്ചയായും കാർബൺ ചൂടിനെ പിടിച്ചു വെക്കുക, ചൂട് കൂടും. എഫക്റ്റഡ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ആയാൽ എന്താവും? മഞ്ഞുപാളികൾ മെൽട്ടാവും, അല്ലേ? ഇതിങ്ങനെ തന്നെ മഞ്ഞുപാളികൾ മെൽട്ടായിക്കൊണ്ടിരുന്ന ഒരു 35 കൊല്ലം കഴിഞ്ഞാൽ കൊച്ചിൻ ഉണ്ടാവില്ല, കൊച്ചിൻ എറണാകുളം ഉണ്ടാവില്ല, ചെന്നൈ ഉണ്ടാവില്ല. സോ കടൽ തീരങ്ങൾ എന്താവും? ഇല്ലാതാവും. കരയിൽ ജീവിക്കുന്ന ലോകത്ത് ഏറ്റവും വലിയ മാംസഭോജി ഏതാണ്? കടുവയാണോ? സിംഹം. മനുഷ്യൻ നമ്മ എല്ലാം കഴിക്കും, കിട്ടുന്നതൊക്കെ കഴിക്കും. മാംസഭോജി എന്ന് പറയുന്നത് കാർണിവറസ്, ഓൺലി മാംസങ്ങൾ മാത്രം കഴിക്കുന്ന വ്യക്തിയാണ്. കാരണം ഇതൊരു PSC ചോദ്യമാണ്. ശരിക്കും നമ്മുടെ മനസ്സിലുള്ള ഈ കോർണിവറസ് മാംസഭോജികൾ എന്ന് പറയുന്നത് പൂച്ചവർഗത്തിൽപ്പെട്ടവർ മാത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പോളാർ ബെയർ കേട്ടിട്ടുണ്ടോ? ഇവനെക്കാട്ടിൽ വലിയതാ ബ്രൗൺ ബെയർ. മൂന്നാമത്തെ ലാർജസ്റ്റ് ആണ് കടുവ. ഇപ്പൊ കടുവ പൂച്ചവർഗത്തിൽപ്പെട്ടവരാണ്, ഫെലിഡേ ഫാമിലീസ് എന്ന് പറയും. 40 സ്പീസീസ് ഓഫ് കാറ്റ്സ് ലോകത്തുണ്ട്. അല്ല, വേൾഡ് ലാർജസ്റ്റ് കാറ്റാണ് കടുവ. കടുവയുടെ പൊതുവെ ശാസ്ത്രീയ നാമം എന്ന് പറയുമ്പോൾ പാന്തീര ടൈഗ്രീസ് എന്നാണ്. അതിന് മുകളിലെ സബ്സ്പീഷ്യസ് 8 സബ്സ്പീഷ്യസ് കടുവകൾ ലോകത്ത് ഉണ്ടായിരുന്നു. 3 ഇപ്പോൾ ലോകത്തില്ല. അങ്ങനെ ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി, സ്കൂൾ കുട്ടികൾക്ക്, കോളേജ് കുട്ടികൾക്ക് വേണ്ടി ക്യാമ്പ് നടത്തുമ്പോൾ ഞങ്ങൾ ഒരു ഷോർട്ട് ഫോം പറയും, JCB. ഇത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവാൻ വേണ്ടിയാണ്. JCB കേട്ടിട്ടുണ്ടാവോ? കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവും അല്ലെ? ഒരു മണ്ണ് മാന്തി യന്ത്രമായിരിക്കും. പക്ഷെ ഞങ്ങൾ ഇവിടെ പറയുന്ന JCB 3 ഐലൻഡുകളാണ്, 3 ദ്വീപുകളാണ്. ജാവാൻ ടൈഗർ, കാസ്പിയൻ ടൈഗർ, ബാലി ടൈഗർ. ഈ 3 ലോകത്തില്ല. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ 80,000 to 1 ലക്ഷം കടുവകൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 2022 ഫൈനലില് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സാർ ഇന്ത്യയിലെ കടുവകളുടെ സെൻസസിലെ എണ്ണം പുറത്തേക്ക് പറഞ്ഞു. 3167 കടുവകളേ ഉള്ളൂ. അതായത് 97% കടുവകള് ഏകദേശം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി. കടുവകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കടുവ
ലോകത്ത് 7 ഭൂഖണ്ഡങ്ങളുണ്ട്. അതിൽ എത്ര ഭൂഖണ്ഡങ്ങളിലാണ് കാട്ടിലെ കടുവ ജീവിക്കുന്നുണ്ടെന്നറിയോ? ഓൺലി ഏഷ്യ. അപ്പൊ ആഫ്രിക്കയില് പണ്ട് കാലത്തുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, അതൊക്കെ ഇല്ലാതെ പോയി. എവിടെ? അതിന്റെ ലൊക്കേഷൻ നോക്കിയത് ഇപ്പൊ ഇല്ല. ഓക്കെ, ഇപ്പൊ ഓൺലി നമുക്ക്, ഞാൻ പറയുന്നത് കാട്ടിലാണ്. സൂവിലെയോ അല്ലെങ്കിൽ അത് ഒരു റിസർച്ച് ഹാളിലോ അല്ലാണ്ട് അത് ഒരു സർക്കസിലോ പെറ്റ് അനിമൽസ് ആയിട്ടോ അല്ല, കാട്ടിലെ ഏഷ്യയിലെ മാത്രമാണ് ഇപ്പോൾ കടുവയിൽ ജീവിക്കുന്നത്. അത് നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ത്യൻ കാട്ടിലാണ് സിംഹവും കടുവയും ജീവിക്കുന്നത്. ഗിർവനത്തിലെ സിംഹമുണ്ട്, മറ്റു ഭാഗങ്ങളിലൊക്കെ നമുക്ക് കടുവയുടെ സാന്നിധ്യമുണ്ട്. പക്ഷെ ഇങ്ങനെ ഈ കടുവനെ എന്തുകൊണ്ട് സംരക്ഷിക്കണമെന്ന് നമുക്കറിയാം. ടോപ്പ് മോസ്റ്റ് അപെക്സിലെ ടോപ്പ് മോസ്റ്റിലെ ഉള്ള ആൾക്കാരാണ് ഇതുപോലെ പ്രെഡേറ്റർ. ഈ കടുവ ഈ കാട്ടിലെ ഇല്ലാതാവുന്നത്, നമുക്കൊരു നല്ലൊരു എക്സാമ്പിൾ പറയുന്നത് നമ്മൾ പഠിച്ച ക്ലാസ് റൂം. ആ ക്ലാസ് റൂമില് ടീച്ചർ ഉള്ളപ്പോ ഇല്ലാതപ്പോ ഉള്ള വ്യത്യാസം കാണാം. ടീച്ചർ ഉള്ളപ്പോ അവിടെ എന്തായിരിക്കും? സൈലന്റ് ആയിരിക്കും. ടീച്ചർ ഇല്ലെങ്കിൽ വയലന്റ് ആയിരിക്കും. ഒരു സൈലന്റുക്കും വയലന്റുക്കുള്ള വ്യത്യാസം സെയിം. ഒരു പ്രെഡേറ്റർ ഇല്ലെങ്കിൽ ആ സംഭവം ഉണ്ടാവും. ഇപ്പോ ഒരു കടുവയുടെ ആയുഷ്കാലം നമ്മൾ കണ്ടു. അതിന്റെ ലൈഫ് സ്പാൻ കണ്ടു. മറ്റേ കടുവയുടെ ബോഡി വെയിറ്റ് നമ്മൾ കണ്ടു അല്ലെ? കടുവയുടെ ആയുഷ്കാലം സാധാരണ ഒരു ടൈഗറുടെ ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ 20 years വരെയാണ്, 14 to 20 ആണ്. ബട്ട് കാട്ടിലെ ജീവിക്കുന്നത് 14 to 16 ആണ്. 14 to 16 കൊല്ലമാണ് കാട്ടിൽ ജീവിക്കുന്നത്. 20 കൊല്ലം അവർക്ക് ജീവിക്കാനുള്ള ശേഷിയില്ല. 20 കൊല്ലമൊക്കെ ജീവിക്കേണ്ടതെന്ന് എവിടെയെന്ന് വെച്ചാൽ സൂ ആയിരിക്കും. കാരണം അവിടെ അതിനെ വെറ്റിനറിക്കാറുണ്ട്. അതുപോലെ അത് ഇര നമ്മൾ കൊടുത്തിട്ടാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ അവർക്ക് ജീവിക്കാൻ പറ്റും, കാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. ഒരു കടുവയുടെ ഇഷ്ട ആഹാരം എന്താണെന്നറിയോ? അതായത് എല്ലാ കാട്ടിലും ബൈസൺ. ശരിക്കും ഈ ബൈസൺ എന്ന ഒരു വാക്ക് നമ്മൾ മാറ്റണം കേട്ടോ. ഈ ബൈസൺ എന്ന് പറയുന്ന ബഫലോ, ഈ ബൈസൺ എന്ന് പറയുന്ന നോർത്ത് അമേരിക്കൻ ആൻഡ് യൂറോപ്യൻ കൺട്രീസിലെ മാത്രമുള്ള ഒരു ജീവിയാണ്. അതിനെയാണ് നമ്മൾ കാട്ടുപോത്ത് എന്ന് പറയുന്നത്. ഇത് പൊതുവെ മലയാളത്തിലെ കാട്ടി എന്ന് വിളിക്കും. കാട്ടുകാള അഥവാ കാട്ടു പശുവാണ്. വയനാട്ടിലെ കാട്ടിക്കുളം, ഇതിനെ പേര് വരാനുള്ള കാരണം തന്നെ അവിടുത്തെ ട്രൈബ്സ് കാട്ടുമാട് എന്നാണ് ഇതിനെ വിളിക്കാറ്. ഇതാണ് വേൾഡ് ലാർജസ്റ്റ് ഹെവിയസ്റ്റ് പവർഫുൾ വൈൽഡ് കാറ്റൽ എന്ന് പറയുന്നത് ഇന്ത്യൻ ഗോർ, കാട്ടി. ശരിക്കും ബഫലോ ആണ്. അതെ. നമ്മള് ഇപ്പൊ അതെ അത് പൊതുവായിട്ട് നമുക്ക് ആനയ്ക്ക് കൊമ്പുണ്ടോ? ആണാനയ്ക്ക് കൊമ്പുണ്ടോ? പിന്നെ എങ്ങനെ നമ്മൾ കൊമ്പനാണെന്ന് പറയുന്നത്? അങ്ങനെ നമ്മൾ പറഞ്ഞ് ശീലിപ്പിച്ചത്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇത് പോത്താണോ പശുവാണോ എന്ന് വെച്ചാൽ പശുവാണ്. ഇത് ശരിക്കും അപ്രോക്സിമേറ്റ്ലി ഇത് നിങ്ങൾ ഇന്നലെ ലൈവായിട്ട് കണ്ടിട്ടുണ്ടാവുന്നുണ്ട് അല്ലെ? കാണുമ്പോൾ പൊതുവെ 2 കളറിൽ നമുക്ക് കാണാൻ സാധിക്കും. കാഫി ബ്രൗൺ, ജെറ്റ് ബ്ലാക്ക്, എണ്ണക്കറുപ്പ് നിറം. ജെറ്റ് ബ്ലാക്ക് നമുക്കറിയാം, ആ കൂട്ടത്തിൽ ഉണ്ടാവില്ല, അവൻ കുറച്ച് തണിച്ചേ ഉണ്ടാവുള്ളൂ, അവൻ ആണാണ്. പെൻ കാഫി ബ്രൗൺ ആണ്. അതിന്റെ കുഞ്ഞുങ്ങൾ ഗോൾഡൻ യെല്ലോ കളർ ആയിരിക്കും. എബോവ് 33 years, എബോവ് 30 years ആണ് അവരുടെ ലൈഫ് സ്പാൻ. സെയിം നമ്മുടെ പശുക്കളുടെ സെയിം ലൈഫാണത്. എങ്ങനെ കറുത്തിട്ട് എങ്ങനെ ബ്രൗൺ ഉണ്ടായിരുന്നു? മുട്ടിന്റെ താഴെ വൈറ്റ് സാക്സ് ഇട്ടതുപോലെ ഉണ്ടാവും. അതിന്റെ ലിപ്സ് വെളുത്തിട്ടാണ്. അതിന്റെ നെറ്റിയിൽ വലിയ രോമങ്ങൾ ഉണ്ടാവും. പശുക്കളുടെ കൊമ്പുകൾ പോലെയാണ്. ഒരു പോത്തിന്റെ കൊമ്പ് നമുക്കറിയാലോ, താഴോട്ട് വന്നിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. മാത്രമല്ല കറുത്ത കൊമ്പാണ്. ഇത് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, പശുക്കളുടെ പോലെ ഇവിടെ നിന്ന് വരും. അതായത് വെളുത്ത, അതായത് കറുത്തിട്ടല്ല, വെളുത്ത ടിപ്പ് ബ്ലാക്ക് ആണ് ഇതിന്റെ കൊമ്പുകൾ. മാത്രമല്ല ഇപ്പൊ ഒരു ആട്, അവരുടെ ഇഷ്ട ആഹാരം പുല്ലാണ്. പോത്ത് പുല്ലാണ്, പശുവോ പുല്ലാണ്. ബട്ട് മൂന്നും കഴിക്കുന്ന വിധം വേറെയാണ്. ഈ ആട് വേര് വെച്ചിട്ട് മുകളിലുള്ള ഭാഗം മൊത്തം എടുക്കും. പോത്തുകൾ പകുതി പുല്ല് കട്ട് ചെയ്ത് കഴിക്കും. പശുക്കൾ അങ്ങനെയല്ല, കുരുന്നുകൾ മാത്രം കഴിക്കുന്ന വ്യക്തികളാണ്. മൂന്നും വ്യത്യാസമുണ്ട്. അപ്പോ ഇതിലെ കടുവയുടെ ഇഷ്ടാഹാരം ഏതെന്ന് പറയുമ്പോൾ ആ കാട്ടിലെ ജീവിക്കുന്ന ലാർജസ്റ്റ് അനിമൽ ആയിരിക്കും.
ഓക്കെ. അപ്പോ ഈ കാട്ടുപോത്തില്ലാത്ത കാടുകളിലും കടുവകളുണ്ട്. സോ ആ കാട്ടിൽ ജീവിക്കുന്ന ലാർജസ്റ്റ് അനിമൽ ആണ്. അപ്പൊ നമുക്ക് സംശയം വന്നപ്പോ ഇവിടെ ആനകളില്ലേ, ആനകളുണ്ട്, ആനകളുടെ മീഡിയം സൈസ് വരെ പിടിക്കും. ബട്ട് ആനയ്ക്കും കാട്ടുപോത്തും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആനയില് അതിന്റെ ആണത്താറ എലിഫന്റ് കോറിഡോർ വഴി കയറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, മൈഗ്രേറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അനിമൽസ് ആണ് ഇവര്. ജീവിതം കാട്ടുപോത്തുകളുടെ ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന് ഇവിടെ ചാവുന്ന ഒരു വ്യക്തിയാണ്. ബട്ട് ആനകൾ അങ്ങനെയല്ല. മിനിമം അതിന്റെ ഫാമിലിയോടെ ആനകള് നോർമലായിട്ടും 950 സ്ക്വയർ കിലോമീറ്റർ ഇങ്ങനെ അതിന്റെ ആനപ്പാത വഴിക്കൂടി, എലിഫന്റ് കാരിഡോർ കേട്ടിട്ടുണ്ടാവുന്നുണ്ട് അല്ലെ, ആനത്താര വഴിക്കൂടി അവർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഇവിടെ ഒരു 10 ദിവസം മുമ്പ് കാണുന്ന ആന നാളെ ആനമല ടൈഗർ റിസർവ് ആയിരിക്കും, മറ്റന്നാള് നേരെ ചിന്നാറായിരിക്കും, അല്ലെങ്കിൽ ഇരവികുളമായിരിക്കും. അപ്പോ ലാർജസ്റ്റ് അനിമൽ ഇവിടെ വരുമ്പോൾ ഇന്ത്യൻ ഗാർ. ഞാൻ പറയുന്നത് നല്ല ഒരു ആരോഗ്യമുള്ള കടുവയ്ക്കാണ് ഞാൻ പറയുന്നത്. പെൺകടുവയ്ക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അത് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കണം, എപ്പോഴും ഞാൻ കാട്ടുപോത്ത് തന്നെ പിടിക്കണമെന്ന് അത് പോയിക്കൊണ്ടിരുന്നാൽ അവർക്ക് ഭക്ഷണം കിട്ടില്ല. ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അപകടം വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അത് കിട്ടുന്നത് മാണോ മുയലോ എന്തായിരുന്നാലും അത് പിടിച്ച് കാരണം പാല് കൊടുക്കുന്നതൊക്കെ എനർജിയും വേണം. ഒന്നും ഓർക്കണം, പാന്തീറ ടൈഗ്രിസ് സപ്പോസ് പ്രകൃതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പാന്തീറ ലിയോ, പാന്തീറ പാഡസ്, ഒരു ജീനസ് ഇത്ര സ്പീസീസ് എന്ന് നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു ജീനസ് ഒറ്റ സ്പീസിൽ ജീവിക്കുന്ന ജീവിയുണ്ട് ഭൂമിയില്. ഏതാ? മനുഷ്യൻ, ഹോമോസാപ്പിയൻ. വേറെ സ്പീസീസ് ഇല്ല. നമുക്ക് ഒരു ബ്രാഞ്ചുകളൊന്നുമില്ല. ഒറ്റ രോഗം മതി ഇത് ഇല്ലാതാവാൻ. മനുഷ്യൻ എന്ന ഒരു ജീവി ഭൂമിയിൽ ഇല്ലാതാവാൻ ഒറ്റ രോഗം മതി. അപ്പോ ഹൈലി എൻഡേഞ്ചർഡ് മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഇതിനെയൊക്കെ നമ്മൾ സംരക്ഷിക്കണം എന്ന് പറയാനുള്ള കാരണം. ഇതിനെ സംരക്ഷിക്കുമ്പോൾ അതിന്റെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ സംരക്ഷിക്കപ്പെടുമ്പോൾ പ്രകൃതി അങ്ങനെ തന്നെ ബാലൻസിൽ ഉണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു കടുവയ്ക്കാണ് അതിർത്തിയിലെ ഭക്ഷണം. ഇവിടെ 4 കടുവയായി. ആ കുഞ്ഞുങ്ങള് ഒരു 2.5 to 3 വയസ്സ് വരെ അമ്മയുടെ കൂടെ ഉണ്ടാവും. 2.5 വയസ്സാകുമ്പോൾ തന്നെ സബ് അഡൾട്ട് സ്റ്റേജ്, അതായത് അതിന്റെ അമ്മയുടെ സെയിം ഹൈറ്റ് ആവും. സോ അവിടെ സെന്റിമെന്റ് ഒന്നുമില്ല. സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. നമുക്കറിയാലോ, പ്രകൃതിയുടെ ഒരു ഇതാണത്. ആറ് ആരോഗ്യന്മാർ അവൻ രാജ്യം ഭരിക്കും. അപ്പൊ എന്ത് ചെയ്യും? അവിടെ ഉള്ള തമ്മിൽ വഴക്കുണ്ടാക്കി ജയിക്കുന്ന ആൾ രാജ്യം ഭരിക്കും, തോൽക്കുന്നവരോ അടുത്ത കാട്ടിലേക്ക് പോകും. അവിടെ കടുവനെ കാണും, വഴക്കുണ്ടാക്കും, ജയിക്കുന്ന രാജ്യം ഭരിക്കും, തോൽക്കുന്നവർ വേറെ. ചില കടുവകൾ 1600 കിലോമീറ്റർ സഞ്ചരിക്കുകയാണ്. അപ്പോ ഒരു കടുവ ജീവിക്കുന്ന കാട് നല്ല ആരോഗ്യമുള്ള കാടായിരിക്കും. അതായത് പ്രായം പ്രായമല്ല ഉദ്ദേശിക്കുന്ന അവരുടെ ബലം. ആ ബലം കുറയുമ്പോൾ അവർ ഇങ്ങനെ കിട്ടിയത് കഴിച്ച് ജീവിക്കാൻ തുടങ്ങും. നല്ല ഉൾക്കാട്ടിലേക്കൊന്നും ജീവിക്കാൻ പറ്റില്ല, കാരണം അവിടെയൊക്കെ നല്ല കടുവകൾ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ അത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും അവരുടെ ജീവിതകാലം മുഴുവൻ ഒരു സ്ഥലത്ത്. അത് അങ്ങനെ പറയാൻ പറ്റില്ല ഏത് ഭാഗം അത് ചാവുണ്ടെന്ന്. അത് എവിടെ പോയി പറ്റാത്ത അവസ്ഥയാവുണ്ടോ, അവശ നിലയിലാവുണ്ടോ അവിടെ അങ്ങനെ ചത്തുപോകും. ലാസ്റ്റ് ഇവിടെ നമ്മുടെ ഒരു പോലീസ് ക്വാർട്ടേഴ്സിൽ ഒരു കടുവ ചത്ത് കിടന്നു പറമ്പിക്കുളത്ത്. കാരണം അവിടെ അവൻ സ്ഥിര താമസക്കാരനായിട്ട് കുറെ കാലായി. അവനക്ക് എവിടെയും പോകാൻ പറ്റില്ല. അവൻ ചെറിയൊരു ഹാൻഡിക്ക് എവിടെ ഇടയ്ക്കിടെ പോലീസ് ക്വാർട്ടേഴ്സിലെ ജിമ്മേച്ച ചെത്ത് കിടന്ന അത് ചാവുമ്പോ എന്തായെന്ന് വെച്ചാൽ അത്ര ഫ്രണ്ട് ക്വാർട്ടേഴ്സിലൊക്കെ ആളുണ്ട്, ആ ഒരു ക്വാർട്ടേഴ്സിൽ ആളില്ല. അത് ചാവുമ്പോ അതിന്റെ ഫ്രണ്ടിലെ ആ ഗേറ്റിന്റെ ഫ്രണ്ടിലെ വന്ന് തല വെച്ചിട്ടാണ് ചത്തത്. അതുകൊണ്ടാണ് അവിടെ കടുവ ചത്ത് കിടക്കേണ്ടതെന്ന് അവർ കണ്ടത്. അതുവരെ കടുവ അവരിനെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കടുവ ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ശരി, എല്ലാവരും കാണും, പുറമെ ഇങ്ങനെ ചുറ്റി നടക്കുമ്പോ എല്ലാവരും കാണും. പക്ഷെ ഇത് എവിടെ പോകണ്ടെന്ന് അറിയില്ല. മാത്രല്ല ചത്ത കടുവയായിട്ട് ഏതായിരുന്നാലും ഡെഡ് ബോഡിയാണ്, അത് പന്നി വരെ കഴിച്ചിട്ട് പോകും. ചത്ത് കഴിഞ്ഞാൽ പിന്നെ സ്കാവെഞ്ചർ ഉണ്ടല്ലോ, അവരെല്ലാം തീർക്കും. ഇപ്പോ പറമ്പിക്കുളത്ത് എത്ര കടുവകൾ ഉണ്ടെന്നറിയോ? അതെങ്ങനെ മനസ്സിലായി? ചോദിച്ചോ പറഞ്ഞു അല്ലേ? പക്ഷേ എങ്ങനെയാണ് കടുവയുടെ അടയാളങ്ങൾ? എങ്ങനെയാണ് ഓരോ കടുവ തമ്മിൽ മാറ്റം വരുന്നത്? കൈ എന്ന് പറയുമ്പോ, അതായത് അവർ പറഞ്ഞിട്ടുള്ളത് എങ്ങനെ പറഞ്ഞത്, നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലെയാണ് അതിലെ ഉള്ള സ്ട്രൈപ്സിന്റെ വ്യത്യാസങ്ങൾ. അപ്പോ ഒരു കടുവനെ കാണുമ്പോ നമുക്ക് വരയുണ്ടാവും, മറ്റേ കടുവനെ കാണുമ്പോൾ അതേ വരയായിരിക്കും, പക്ഷെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്.
അപ്പൊ ഇതിനെ ഗ്രിഡ് സർവേയുടെ പേര് ഗ്രിഡ് സർവേ എന്ന് പറയും. അതായത് ഈ പറമ്പിക്കുളം ടൈഗർ റിസർവ് 643 ഈ ഹ്യൂമൻ ഹാബിറ്റേറ്റ് വാട്ടർ ബോഡീസ് ഒക്കെ ഒഴികെ ബാക്കിയുള്ള സ്ഥലം 4, അതായത് 2x2 സ്ക്വയർ കിലോമീറ്റർ ആയി തിരിച്ചിട്ട് ഓരോ ആ ഏരിയയിലെയും 2 ക്യാമറ സ്ഥാപിക്കും. ഈ ക്യാമറ മുകളിലുള്ള ക്യാമറ അല്ല കേട്ടോ, ഗ്രൗണ്ടിൽ നിന്ന് 2.5 to 3 അടി ഹൈറ്റിലുള്ള സെൻസർ ക്യാമറയാണ്. പെയർ ക്യാമറ, ഒരു ക്യാമറ വെക്കില്ല, 2 ക്യാമറ വെക്കും. കുറച്ച് ഇങ്ങനെ ഓപ്പോസിറ്റ്ലി ആയിരിക്കും, കുറച്ച് വ്യത്യാസം. കാരണം നൈറ്റ് ഫ്ലാഷ് ആകുമ്പോൾ ഒന്നും കാണില്ല, അപ്പോൾ കുറച്ച് വ്യത്യാസമായിരിക്കും. കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. 30 ദിവസമാണ് അതിന്റെ ബാറ്ററി കപ്പാസിറ്റി. അതുവരെ നമുക്ക് അങ്ങോട്ട് പോകണമെന്നില്ല. ഇടയ്ക്ക് നമ്മുടെ ആൾക്കാർ പോയി നോക്കും, കാരണം ക്യാമറ വർക്ക് ആവുണ്ടോന്ന് അറിയില്ലല്ലോ, ജസ്റ്റ് പോയി നോക്കും. പിന്നെ 30 ദിവസം കഴിഞ്ഞാൽ ബാറ്ററി ചിലപ്പോൾ റീപ്ലേസ് ചെയ്യില്ല, ബട്ട് മെമ്മറി കാർഡും ക്യാമറ റീപ്ലേസ് ചെയ്യില്ല, ബാറ്ററി മെമ്മറി കാർഡ് മാറ്റിയിട്ട് ഇപ്പം നമ്മുടെ ബയോളജിസ്റ്റ് ഉണ്ട് ഇവിടെ സയന്റിഫിക്കലി, അപ്പൊ അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവർ കമ്പ്യൂട്ടറിൽ കൊടുത്തിട്ട് ഇതൊക്കെ ചെക്ക് ചെയ്യും. അപ്പോ 2 ക്യാമറയും വർക്കായാൽ മാത്രമേ നമുക്ക് അവിടെ കടുവയുടെ എണ്ണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ക്യാമറ മാത്രം വർക്കായതാൽ അത് നമ്മൾ റിജക്ട് ചെയ്യും. കാരണം ഈ കടുവ നമുക്കറിയാലോ, കടുവ ഓരോ അതിർത്തിയിൽ ജീവിക്കുന്ന ജീവികളാണ്. ഓരോ കടുവയ്ക്കും അത് അവർക്കായിട്ടുള്ള അതിർത്തികളുണ്ട്. 20 to 40 സ്ക്വയർ കിലോമീറ്റർ ഒരു കടുവയാ ജീവിക്കുന്നത്. അപ്പൊ ഇവിടെ മാത്രമല്ല, വേറൊരു സ്ഥലം പോയാലും ഇതേ കടുവയായിരിക്കും. അതുകൊണ്ട് 2 ക്യാമറ, കാരണം ഒരു സൈഡ് ഈക്വൽ ആയിരുന്നാലും മറ്റൊരു ഭാഗം വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ആ ക്യാമറ ട്രാപ്പ് മുഖേനയാണ് നമ്മൾ ശരിക്കും ഇത്തരം കടുവ. ബട്ട് ഞാൻ ഇവിടെ ജോലിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നേരത്തെ, ഇപ്പൊ ഞാൻ ടെക്നിക്കൽ വിങ് ആണ്, ഇവിടെ ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, വയർലെസ് ആൻഡ് ഇലക്ട്രിക്കൽ ഇതുപോലെ വിങ്ങിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ബട്ട് ഞാൻ ആദ്യം എൻ്റെ ജോലി ഇവിടെ തുടങ്ങിയത് ടൈഗർ മോണിറ്ററിംഗ് സെല്ലാണ്. 98-ലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ഈ ക്യാമറ സിസ്റ്റം ഒന്നുമില്ല, ഇതൊക്കെ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. ഇതിനു മുമ്പേ കാൽപ്പാടുകളായിരുന്നു, ഈ പഗ്മാർക്ക് മെത്തേഡ് ആയിരുന്നു. പഗ്മാർക്ക് മെത്തേഡ് എന്ന് വെച്ചാൽ ഇത് ഇവിടെ ഒരു പഗ്മാർക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ചിലപ്പോ ഇരുട്ടാണ്, ഇത് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇത് കാണുന്നുണ്ടോ? ഇതിലൊരു കാൽപ്പാടുണ്ട്. ഇതൊരു മീഡിയം സൈസ് കടുവയുടെ കാൽപ്പാടാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇത് ഈ മെറ്റീരിയൽ ഏതെന്നറിയോ? പ്ലാസ്റ്റർ പാരിസ് ആണ്. ഇപ്പൊ നമ്മൾ ഡിസൈനൊക്കെ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ 2 കിലോ പ്ലാസ്റ്റർ പാരിസ് 5 ലിറ്റർ വെള്ളം ബാക്ക് പാക്കിൽ ഇട്ടിട്ട് ഞങ്ങൾ കാട്ടിന്റെ ഉള്ളിലേക്ക് പോകും. അപ്പൊ പോകുമ്പോൾ ആദ്യം കാൽപ്പാട് കാണും. കാൽപ്പാട് കാണുമ്പോൾ അതിനെ കറക്റ്റ് ഈ സ്കെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് കറക്റ്റ് അതിന്റെ മുകളിൽ ഈ ഗ്രേവി പോലെ അതിന്റെ മുകളിൽ ഒഴിക്കും. അപ്പൊ അത് മോൾഡ് ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ അതിന്റെ പാഡും ഫിംഗേഴ്സ് ഒക്കെ അപ്പൊ തന്നെ സ്പോട്ടിൽ മെസ്സേജ് ചെയ്ത് ഏത് സമയമാണ്, ഏത് വർഷമാണ്, ഏത് മാസമാണ്, ഏത് കാർഡാണ്, എല്ലാ ഡീറ്റെയിൽസ് അതിന്റെ പുറമെ ഞങ്ങളുടെ ഡയറിയിൽ എഴുതും. കുറച്ച് ദൂരം അപ്പുറത്ത് പോകുമ്പോൾ സെയിം വേറെ ആയിരിക്കും, മെഷർ ചെയ്യും ആദ്യം. കാരണം പ്ലാസ്റ്റർ പാരിസ് സെയിം മെഷർമെന്റ് എന്ന വേസ്റ്റ് അല്ലേ, അതുകൊണ്ട് വേറെ ഇത് ചെയ്ത് അതും നമ്മൾ എന്ത് ചെയ്യും, മാറ്റിയെടുക്കും. അപ്പോൾ ഞങ്ങളൊക്കെ 98-ല് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം തന്നെ 8-9 കാൽപ്പാടുകൾ കൊണ്ടുവരും. അപ്പോൾ ഒക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നത് എങ്ങനെയാ വെച്ചാൽ പറമ്പിക്കുളത്ത് തന്നെ 10-300 കടുവകളൊക്കെ ഉണ്ടാവും എന്നാണ്. പക്ഷെ അത് ഒരു തെറ്റായ സെൻസസ് ആണ്. അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഒരു കടുവയുടെ ബോഡി വെയിറ്റ്, ഒരു ആൺകടുവ എബോ 200 ബിലോ 400 ആണ്. റെക്കാർഡിക്കലി 398 കിലോ വരെ ഒരു കടുവയുടെ ബോഡി വെയിറ്റ് റെക്കാർഡിക്കലി ഉണ്ട്. ഫിമെയിൽ എന്ന് പറയുമ്പോൾ 180, അതായത് നമ്മളെക്കാട്ടിൽ 2-3 ഇരട്ടി കൂടുതലാ. നമ്മ തന്നെ സാധാരണ മണ്ണിലെ ചവിട്ടുന്ന കാൽപ്പാട് ഉണ്ടാവില്ല, ചളിയിൽ ചവിട്ടുമ്പോൾ അത് വിരിഞ്ഞു കിട്ടും. മണലിലെ ചവിട്ടുമ്പോൾ വേറെ കാൽപ്പാടായിരിക്കും. നിങ്ങൾ പോയ നിത്യഹരിത സോഫ്റ്റ് മണ്ണാണ്, അവിടെ ചവിട്ടുമ്പോൾ വേറെ കാൽപ്പാടായിരിക്കും. അങ്ങനെ ചിലപ്പോൾ ഞങ്ങളിട്ട് 9 കാൽപ്പാട് ഒരു കടുവരെ ആയിരിക്കാം. പിന്നീടാണ് നമുക്ക് ഈ ക്യാമറ ട്രാപ്പ്, ഇത് 100% സയന്റിഫിക്കലി പ്രൂഫാണ്. അങ്ങനെയാണ് നമ്മൾ 35 to 40 കടുവ. സോ നമ്മുടെ മനസ്സിലുള്ള കടുവനെ കുറിച്ച് എന്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്? 35 കടുവകൾ എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും നമ്മളെ ഈ തമിഴ്നാടും ഒക്കെ ചേർന്നതാണോ? അതായത് നല്ല ചോദ്യമാണ് കേട്ടോ. കാരണം ഇതില് കുറച്ച് കടുവകള് 10-20 കടുവകളൊക്കെ ശരിക്കും നോക്കുമ്പോൾ പറമ്പിക്കുളത്ത് മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്. അവരുടെ അതിർത്തിയിൽ ജീവിച്ചുകൊണ്ടിരിക്കും. ചില കടുവകൾ ആണമല ടൈഗർ റിസർവ് ടു പറമ്പിക്കുളം ടൈഗർ റിസർവ് ടു ആണമല ടൈഗർ റിസർവ് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും അങ്ങോട്ട്. കാരണം ഇവരുടെ ഹോം റേഞ്ച് ഇവിടെയായിരിക്കും, പക്ഷെ ഇവർ ഇരപിടിക്കുന്ന സ്ഥലങ്ങൾ അപ്പുറത്തായിരിക്കും. ആദ്യം അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആണമല ടൈഗർ റിസർവിന്റെ ഡേറ്റ നമ്മുടെ ടൈഗർ റിസർവ്, നിയറസ്റ്റ് ടൈഗർ റിസർവിന്റെ ഡേറ്റ കൈമാറും.
അപ്പൊ ആദ്യം എവിടെയാണ് നമ്മൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടോ അവിടെ ഈ കടുവ എണ്ണം ഇതാവും, അവരത് മൈനസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സെൻസസ് എടുക്കാറ്. ഓക്കെ. ശരിക്കും ഈ അതിർത്തി എന്ന് പറയുന്നത് അവരുടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ളതല്ല. നമുക്കറിയാലോ, സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്, അത്രയേ ഉള്ളൂ. ആരോഗ്യമുള്ളവർ അവർക്ക് ജീവിക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയുന്ന കടുവകൾ ആരാണ്, എന്താണ്, എന്തിനാണ് ഈ ടൈഗർ റിസർവ്? മിക്കവാറും ടൂറിസ്റ്റർ ഇന്നൊരു വഴിയാവും കറണ്ട്, ഇനി അതിനെ അങ്ങോട്ട് ഓടേണ്ടി വരുന്നതുകൊണ്ട്. കടുവ ഇല്ലാത്ത കാടുകളുണ്ടല്ലോ. ഈ കാടിന്റെ ഒരു സന്തുലിതാവസ്ഥ ഷ്യൂർ. ഇപ്പൊ സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആഗോള താപനില മറമാണ് മറുപടി, അല്ലെ? അതിലെ ഗ്ലോബൽ വാർമിംഗ് ട്രീ ഈസ് ദ ബെസ്റ്റ് ആൻസർ നോർമലി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കടുവ ഇല്ലെങ്കിലും എഫക്റ്റഡ് ഗ്ലോബൽ വാർമിംഗ്, ഒരു കടുവ ഇല്ലെങ്കിൽ എഫക്റ്റഡ് ഹ്യൂമൻ ലൈഫ് സ്പാൻ. നമ്മുടെ ആയുഷ്കാലം വരെ കുറഞ്ഞു പോവും ഒരു കടുവ ഇല്ലെങ്കിൽ. ഈ കടുവകൾ ഏത് സമയത്തെ ഇരപിടിക്കാൻ പുറത്തേക്ക് വരേണ്ടെന്നറിയാം? രാത്രിയാണ്. നമ്മുടെ വീട്ടിലെ പൂച്ചകളുടെ അതേ സ്വഭാവമാണ് കേട്ടോ. ഇപ്പൊ കടുവകൾക്ക് അതിർത്തികൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിർത്തികളെ എല്ലാ കടുവയും 20 to 40 സ്ക്വയർ കിലോമീറ്ററിൽ ജീവിക്കണമെന്നല്ല. ഇപ്പൊ നമ്മൾ പുറത്തേക്ക് കാണുന്ന ഈ കാട്, ഇവിടെ പുല്ലുകൾ ഇഷ്ടം പോലുണ്ട്. നിങ്ങൾ കണ്ട നിത്യഹരിത വനങ്ങളിലല്ല ഇവിടെ. ഇവിടെ പുല്ലുകളുണ്ട്. അപ്പൊ പുല്ലുകളുണ്ട് എന്നാൽ ഹാബിവോറസിന്റെ ഡെൻസിറ്റി ഇവിടെ കൂടും. സസ്യഭോജികളുടെ എണ്ണം, മാംസഭോജികളുടെ എണ്ണവും ഇവിടെ കൂടും. കാരണം ഈ അതിർത്തി എന്ന് പറയുന്നത് അവർക്ക് ആഹാരം കിട്ടുന്ന സ്ഥലങ്ങൾ മാത്രമാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇത് എന്റെ സ്ഥലം എന്ന് പറഞ്ഞിട്ട് ചില മാർക്കിടും. നമുക്ക് നാട്ടുപുറങ്ങളിൽ കണ്ടതാണ് ഈ പട്ടികളും പൂച്ചകളൊക്കെ മണ്ണ് മാന്തത്, മൂത്രമൊഴിക്കുന്നത്, മരത്തിനെ മാന്തുന്നത് കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ കാറ്റ് ഫാമിലിപ്പെട്ട ഈ കടുവകളും സ്ക്രാപ്പ് മാർക്ക് ചെയ്യും, മണ്ണ് മാന്തും. അതിന്റെ യൂറിനിൽ ഒരു എസൻസ് സ്പ്രേ ചെയ്യും, സെന്റ് മാർക്കാണ്. ചില മരങ്ങൾ കണ്ടാൽ, ഈ ചോളവേങ്ങ അതുപോലെ മരങ്ങൾ കണ്ടാൽ മരത്തിനെ മാന്തും, ക്ലവ് മാർക്ക്. ഇതാണ് അടയാളം. നിങ്ങൾ ഒരുപക്ഷെ നാളെ ഒരു ട്രെക്കിംഗ് പോകുന്നുണ്ട്, ഈ സ്ക്രാപ്പ് മാർക്ക് കാണുന്നുണ്ട്. ആ കടുവയുടെ അതിർത്തി ഏതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു സയന്റിസ്റ്റുക്കും പറയാൻ പറ്റില്ല. കാരണം ആ അടയാളം ആർക്ക് വേണ്ടിയാ? വേറെ കടുവയ്ക്ക് വേണ്ടിയാണ്, നമുക്കറിയത്തില്ല. അപ്പോ ഇൻ കേസ് നാളെ നിങ്ങള് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളോ ട്രക്കിംഗ് പോകുമ്പോൾ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതുപോലെ കാട്ടില് പൊതുവായ നമ്മൾ കാടെന്ന് വെച്ചാൽ 2 തരം ജീവികളാണ് അവിടെ ജീവിക്കുന്നത്. ഒന്ന് പ്രേ, ಇನ್ನೊಂದು പ്രെഡേറ്റർ. ഈ രണ്ടാൾക്കാരും എപ്പോഴും ഈ കാടിനെ ശ്രദ്ധിച്ചുകൊണ്ട്, ഈ പ്രകൃതിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം, വളരെ കെയർഫുള്ളായി. ഒരു പ്രേ എന്തുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ അവരുടെ ജീവനാണ്. പ്രെഡേറ്ററോ അവർക്ക് ആഹാരമാണ്. ആ വഴിക്കൂടി പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ മുകളിൽ കണ്ടു പോകുമ്പോൾ താഴെ ഇതുപോലെ കാൽപ്പാടുകൾ മറന്നുപോകും, അല്ലെങ്കിൽ ഈ സ്ക്രാപ്പ് മാർക്ക് അറിയാണ്ട് നമ്മൾ ചവിട്ടിയിട്ട് പോയാൽ എന്താവും? മറ്റൊരു കടുവയ്ക്ക് കൊടുക്കുന്ന മെസ്സേജ് അവിടെ മാഞ്ഞു പോവാണ്. അപ്പൊ അതും കൂടി നമ്മൾ പോകുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ളവർ പോയാലും ഇതുപോലെ വിഷയങ്ങൾ ട്രക്കിംഗ് പോകുമ്പോൾ പറഞ്ഞു കൊടുക്കണം.